പുരുഷമേധാവിത്വം കൊടികുത്തി വാഴുന്ന നമ്മുടെ നാട്ടിൽ ഇതാ ഒരു വെറൈറ്റി ഫിഡ് സ്റ്റാൾ. രണ്ട് മിടുക്കി പെൺകുട്ടികളുടെ നടുക്കും പെർഫോമൻസാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കിതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഹലോ, ഞങ്ങൾ ട്രൂ ചാനലിൽ നിന്നും വന്നവരാണ്. നിങ്ങളാണോ ഇതിൻ്റെ നടത്തിപ്പുകാർ? അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. എത്ര നാളായി ഇവിടെ ഈ സ്റ്റാൾ തുടങ്ങിയിട്ട്? ഏകദേശം 5 മാസത്തോളമായി. സാധാരണ പുരുഷന്മാരാണല്ലോ ഈ മേഖലയിലൊക്കെ കാണാറ്. എന്നാൽ അതിനെ മറികടന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു വനിതാ ഫിഷ് സ്റ്റാൾ തുടങ്ങുവാൻ പ്രത്യേകിച്ച് എന്താണ് ഒരു കാരണം? ഞങ്ങളുടെ ചേട്ടന് ഫിഷ് സ്റ്റാളുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെയും ഒന്ന് തുടങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ തുടങ്ങിയതാ. ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള മീനുകളുണ്ട്? ഇവിടെ അയിലയുണ്ട്, ചാളയുണ്ട്, ചെമ്മീനുണ്ട്, കക്കറിച്ചിയുണ്ട്.
പിന്നെ കൊഴുവയും കേരയും തീർന്നുപോയി. ഇതെല്ലാം എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങുന്നത്? ചേട്ടൻ വഞ്ചിക്കാരിൽ നിന്നും നേരിട്ട് വാങ്ങും. അതിൻ്റെ കുറച്ച് ഭാഗം ഇവിടെയും കൊണ്ടുത്തരും. കച്ചവടം നന്നായി നടക്കുന്നുണ്ടോ? കൊള്ളാം, നന്നായിട്ട് നടക്കുന്നുണ്ട്. ആരെങ്കിലും കടം വാങ്ങിക്കാറുണ്ടോ? ചില പരിചയക്കാരൊക്കെ വാങ്ങാറുണ്ട്. കച്ചവടം കഴിഞ്ഞ് മീനുകൾ മിച്ചം വരാറുണ്ടോ? അങ്ങനെ മിച്ചമൊന്നും വരാറില്ല. ചിലപ്പോൾ മിച്ചം വന്നാൽ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇനി പുതിയ ബ്രാഞ്ചുകൾ എവിടെയെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. പൊതുജനങ്ങളിൽ നിന്നും എന്തെങ്കിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മീനുകളൊക്കെ കട്ട് ചെയ്താണോ കൊടുക്കാറ്? വലിയ മീനുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ നന്നായി സഹകരിക്കുന്നവരാണോ? ഒരു കുഴപ്പവുമില്ല. ഇവിടെ എല്ലാ നാട്ടുകാരും നന്നായി സഹകരിക്കുന്നവരാണ്. ഇതുവരെ ഈ സ്റ്റാളിനെ പറ്റി വളരെ വിലപ്പെട്ട വിവരങ്ങൾ നൽകിയതിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പിന്നീട് ഒരിക്കൽ പുതിയ റിപ്പോർട്ടുകൾ തേടി ഞങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും. ഇത് കീഴ്മാടിൻ്റെ ഹൃദയഭാഗത്തു തന്നെയുള്ള ഒരു വെറൈറ്റി ലേഡീസ് ഫിഷ് സ്റ്റാളാണ്. നല്ലവരായ ഈ നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവർക്ക് എപ്പോഴും ആവശ്യമാണ്. ട്രൂ ചാനലിന് വേണ്ടി കീഴ്മാട്ടിൽ നിന്നും ക്യാമറാമാൻ റഫീഖിനോടൊപ്പം റിപ്പോർട്ടർ ശശികുമാർ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കീഴ്മാട് തോട്ടുമുഖം റോഡിൽ അതീവ അപകടാവസ്ഥയിലുള്ള ഒരു പാലത്തിൻ്റെ സമീപത്താണ്. ധാരാളം വാഹനങ്ങളും യാത്രക്കാരും കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണിത്. പാലം ഏത് സമയത്തും തകർന്നു വീഴാവുന്ന ഗുരുതരമായ ഒരവസ്ഥയിലാണിപ്പോൾ. പാലത്തിന് വീതി കുറവായതുകൊണ്ടും റോഡിൻ്റെ സൈഡുകൾ ഇടിഞ്ഞിരിക്കുന്നതിനാലും രണ്ട് വണ്ടികൾക്ക് പരസ്പരം സൈഡ് കൊടുത്തു പോകുവാൻ പറ്റാതെ ഇവിടെ ധാരാളം അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്.
ഇതിനെപ്പറ്റി ഇവിടെയുള്ള നാട്ടുകാരുടെ അഭിപ്രായം ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഈ പാലത്തിനെയും റോഡിനെയും പറ്റി ഇവിടെയുള്ള നാട്ടുകാരുടെ അഭിപ്രായം എന്താണ്? ഈ പാലവും റോഡും ഇത്രയും പെട്ടെന്ന് നന്നാക്കി ഇതുവഴി ഗതാഗത യോഗ്യമാക്കി തീർക്കണം എന്നാണ് ഞങ്ങൾക്ക് മേലധികാരികളോട് പറയാനുള്ളത്. ഇവിടുത്തെ ഈ റോഡ് വളരെ മോശമായി കിടക്കണ. കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട് ഇതിലെ നടക്കാൻ പോലും പറ്റണില്ല. വിശ്വസിച്ചു. അതുപോലെ ഇടിഞ്ഞിട്ട ഈ പാലം കടക്കണേ. ഇത്രയും വേഗം ഇതൊന്ന് ശരിയാക്കി കിട്ടിയാൽ അത്രയും ഉപകാരം. ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഈ പാലത്തിൻ്റെയും റോഡിൻ്റെയും പണികൾ ഇതുവഴി പൂർവാധികം ഭംഗിയായി ഗതാഗത യോഗ്യമാക്കി തീർക്കുവാൻ ഇതിൻ്റെ മേലധികാരികൾ ഇതിനുവേണ്ടി തക്കതായ നടപടികൾ ഉടൻ തന്നെ കൈക്കൊള്ളണമെന്നാണ്. കീഴ്മാട് തോട്ടുമോൻ റോഡിൽ നിന്നും ട്രൂ ചാനലിന് വേണ്ടി ക്യാമറാമാൻ റഫീഖിനോടൊപ്പം റിപ്പോർട്ടർ ശശികുമാർ. ഇനി ഇന്നത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് 6 മണിക്ക് മൂക്കംകുറിഞ്ഞി അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ റിപ്പോർട്ട് എടുക്കണം. അത് കഴിഞ്ഞ് വല്ലതുണ്ടോ? ഉണ്ടല്ലോ. 6 മണിക്ക് ആലുവ ടൗൺ ഹാളിൽ പ്രതിപക്ഷത്തിൻ്റെ സമ്മേളനം നടക്കുമല്ലേ, അതുകൂടി കവർ ചെയ്താൽ ഇന്നത്തെ വർക്ക് കഴിയും. ഇന്ന് ഏതായാലും നേരത്തെ ഒന്ന് ഉറങ്ങണം. നേരെ ചൊവ്വ ഉറങ്ങിയിട്ട് ഇന്ന് എത്ര ദിവസമായി എന്നറിയാം. ശരിയാ, എനിക്കും ഇന്ന് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. നമ്മുടെ പ്രസ് മീറ്റിംഗ് എന്നാണ്? അത് അടുത്ത മാസമല്ലേ, അതിന് ധാരാളം സമയമുണ്ട്. നമുക്കിനി പോകാമല്ലോ. 6 മണിക്ക് അവിടെ എത്തേണ്ടതല്ലേ? ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഇവിടെ അടുത്തല്ലേ. എന്നാൽ ശരി,